ഗോപാലേട്ടൻ നമ്മുടെ പച്ചക്കിളി അച്ചാമ്മ അറിയോ? പച്ചക്കിളി അച്ചാമ്മ? ആ, പച്ചക്കിളി അച്ചാമ്മ അറിയാത്ത ആരാ ഈ നാട്ടിലുള്ളത്? അവൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ താപനിലയമല്ലേ? അല്ല, അവളുടെ കാര്യം പോട്ടെ എന്ന് വെക്കാം. പക്ഷെ അവനെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? അവനോ? ആര്? അല്ല, ചേട്ടൻ തന്നെ പറ. അന്തസ്സുള്ള ഒരു തറവാട്ടിൽ ജനിച്ച അവനെ കുറിച്ച് ചിന്തയില്ലെങ്കിലും സൽസ്വഭാവിയും വിദേശിയുമായ അവന്റെ അമ്മാവനെ കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ? നീ കാര്യം തുറന്നു പറയണ്ടേ വേണോ? ഇങ്ങനെ ഇട്ടിട്ട് വർത്താനം പറയല്ലേ. അവൻ ഇപ്പോഴും ആ പച്ചക്കിളി അച്ചാമ്മയെ വെച്ചോണ്ടിരിക്കുകയാണ്. ആര്? നിങ്ങളുടെ മുതലാളി മാധവൻ നായരില്ലേ? മാധവൻ നായരും? ഏയ്, മാധവൻ നായരുടെ മരുമകൻ നന്ദുല്ലേ, നന്ദഗോപാൽ. ഇത് നേരാണോ? അല്ല, നോണ. അവൻ അച്ചാമ്മക്കൊരു ജീവിതം കൊടുത്തെന്നോ കൊടുക്കാൻ പോണെന്നോ ഒക്കെ കേൾക്കണുണ്ട്. എന്റെ ഈശ്വര, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ആ പാവം നന്ദുന്റെ അമ്മാവൻ ഇതറിയാതിരുന്നാ മതി. എന്റെ പൊന്നു ഗോപാലേട്ട, ഒരിക്കലും അമ്മാവൻ ഇതറിയരുത്. വേണു, നീ പോ. ഞാൻ പോട്ടെ. ധൈര്യമായിട്ട് പോ. ഞാനേറ്റു. അല്ല, ഇനിയിപ്പോ അമ്മായി അറിയാലും അമ്മാവൻ ഒരിക്കലും. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? നീ പോടാ, പോ. പോട്ടെ. ഗോപാലനായരെ, എന്തോ? എടോ, താൻ ഈ പറയുന്നത് നേരാണോ? അത് ഇന്നലെ രാത്രി കഴിച്ച വെള്ളത്തിന് ഹാങ് ഓവറിൽ പറയുന്നതാണോ? അല്ല സാർ, സത്യമായിട്ട് അവൻ എന്നോട് പറഞ്ഞതാ. ഏതായാലും നമുക്കൊന്ന് പോയി തിരക്കാം. ആ, കേറ. ഇപ്പൊ വരാവേ. ഇതിന്റെ പേരെന്താ? അല്ല, തേങ്ങാന്ന് തന്നെയല്ലേ ഇവിടെ പറയുന്നേ? അതേ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? തനിക്കെന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ കൊടുക്കണം തേങ്ങ. ഒരു സംശയം ചോദിച്ചോട്ടെ? ഇവിടെ അടുത്തൊരു വേശ്യയുടെ വീടുണ്ടായിരുന്നല്ലോ, അറിയോ? നമ്മുടെ പച്ചക്കിളി അച്ചാമ്മയുടെ. ഓഹോ, അപ്പൊ താൻ അതിനിറങ്ങിയിരിക്കുകയാണല്ലേ? ഇയാളുടെ പരിങ്ങളി കണ്ടപ്പോഴേ തോന്നി എന്തോ പെശകാണെന്നു. ഏയ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വെറുതെ ഞാൻ. ഇയാളുടെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട്. വയസ്സുകാലത്ത് തനിക്ക് വരെ പണിയൊന്നുമില്ലടോ. അയ്യോ, എനിക്ക് വേണ്ടിയിട്ടല്ല കുഞ്ഞ്, ഈ കാറിലിരിക്കുന്ന സാറിന് വേണ്ടിയിട്ടാ. ഓരോരുത്തന്മാര് രാവിലെ ഇറങ്ങും. ഈ പ്രായത്തിൽ അയാളൊരു ധൈര്യം കണ്ടില്ലേ? ചേച്ചി, സാധനങ്ങളെല്ലാം വാങ്ങിയില്ല അരവിന്ദാ? ആ, പിന്നെ കാർ ഒന്ന് സർവീസിന് കൊടുക്കണം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ പൊയ്ക്കോളൂ. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ല, എനിക്ക് കുറച്ച് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാ. നീ കാര്യം എന്താ വെച്ചാ പറ. സാറിന്റെ പോക്ക് അത്ര ശരിയല്ല. ആ ഗോപാലൻ നായരും കൂടെ ഉണ്ടാവും. എന്താ അങ്ങനെ തോന്നാൻ? ഇന്ന് കാലത്ത് അവര് പോയത് ഈ നാട്ടിലെ ഏറ്റവും ചീത്തപ്പേരുള്ള ഒരു സ്ത്രീയെ അന്വേഷിച്ച. എന്നിട്ട് ശരിക്കും സ്ഥലം അറിയാത്തോണ്ട് ഒരു കടയുടെ മുന്നിൽ നിർത്തി വഴി വെച്ചു. നാട്ടുകാര് കൈവെക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. സത്യമാണോ നീ പറയണേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചുമ്മാ പറയോ ചേച്ചി? ഏതായാലും ഞാനിവിടെ വന്ന് പറഞ്ഞു എന്ന് സാർ അറിയണ്ട. ചേച്ചി ഇനി ഒന്ന് ശ്രദ്ധിച്ചാ മതി. എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നു. പക്ഷേ എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ വയസ്സുകാലത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. വയസ്സായിരുന്നോ? ആർക്ക്? വല്ലതും പറയാണെങ്കിൽ തെളിച്ചു പറയടി. എനിക്ക് ഉറക്കം വരുന്നു. വല്ലാത്ത ക്ഷീണം. ക്ഷീണം കാണും, ക്ഷീണം കാണും. കാലത്ത് ഇവിടുന്ന് പോയാ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്യണേ. ഞാനൊന്നും അറിയണില്ല എന്ന് കരുതണ്ട. നീ എന്തറിഞ്ഞെന്നാ? ഗോപാലൻ നായരോട് ഇന്ന് എവിടെ പോയതാ? കല്ല് കിട്ടാണ്ട് രണ്ടുപേരും കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നിരിക്കല്ലേ? കറക്റ്റായിട്ട് നിന്നോട് ആരാ പറഞ്ഞേ? എടി അമ്മണി, ഇതൊക്കെ നിന്നോട് പറയാതെ ഞാൻ കൊണ്ടു കിടക്കുകയായിരുന്നു. പിന്നെ എല്ലാരും ഭാര്യമാരുടെ സമ്മതം വാങ്ങിയിട്ടാണല്ലോ ഇതിനൊക്കെ പോവാറ്. അയ്യോ, അതല്ലടി. നമ്മുടെ നന്ദുവിനെ ഏതൊരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്നും അവിടെ പോകാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. അത് അന്വേഷിക്കാൻ വേണ്ടി പോയതാ. വേണ്ടാത്തിന് പോയതും പോരാ, എന്നിട്ട് കുറ്റം മരുമോനും. നീ ഒന്ന് വിശ്വസിക്കേണ്ട അമ്മണി, സത്യമായിട്ട് ഞാൻ അന്വേഷിക്കാൻ പോയതാ. വേണമെങ്കിൽ നിന്റെ തലേ തൊട്ട് സത്യം ചെയ്യാം. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. 2 ദിവസം കഴിയുമ്പോ മോളിങ് എത്തുമല്ലോ, അപ്പൊ അവളുടെ തലേ തൊട്ട് സത്യം ചെയ്താൽ മതി. എന്നാലേ എനിക്ക് വിശ്വാസമാകൂ. അമ്മണി, സത്യത്തിന്റെ മുഖം എപ്പോഴും പോയോ? രാമേട്ടാ, രാമേട്ടോ. ആഹാ, ഇതാരൊക്കെയാ? രാമേട്ട വിളിക്കേ. ഒരു രക്ഷയില്ല, ചേട്ടൻ ഭയങ്കര ഉറക്കാ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി? ഇത്തിരി ചിക്കിളി കിട്ടുന്ന കാര്യമാ, ഇങ്ങോട്ട് വരാൻ പറ. ആണോ? ഇപ്പൊ വിളിക്കാവേ. കാശ് എന്ന് പറഞ്ഞ ഇത്ര ആപ്റ്റുള്ള ഒരു ഫാമിലി.
നീ ഒന്ന് ഉഷാറായിട്ട് നിൽക്കടാ. ഒന്ന് എഴുന്നേച്ചേ. ആ നന്ദും വേണം വന്നിരിക്കുന്നു. എന്തോ കാശ് കിട്ടുന്ന ഏർപ്പാടാ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കേ, ഇങ്ങനെ ഇരിക്കാൻ. ഈ പ്ലാൻ വേണോ? വേണം. ദാമോട്ടൻ സമ്മതിക്കൂ? സമ്മതിപ്പിക്കണം. നിങ്ങളായിരുന്നോ? ഉറങ്ങായിരുന്നു പറഞ്ഞിട്ട് കുളിക്കായിരുന്നു. ഞാനൊന്ന് ഉറങ്ങി, എന്നിട്ട് കുളിച്ചെഴുന്നേറ്റു. അതുകൊണ്ട് നിങ്ങൾ വന്ന കാര്യം പറ. ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിരുന്നു. നല്ല ഉറക്കം. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല. പിന്നെന്താ വിശേഷിച്ച്? ഒരു ഗംഭീര പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന് ചേട്ടന്റെ ചെറിയൊരു സഹായം വേണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വലിയ പ്ലാനുമായി വന്നിട്ട് കരാട്ടക്കാരെ കൊണ്ടുവന്ന് നന്ദുവിന്റെ കാശ് കളഞ്ഞല്ലേ? എന്നിട്ടെന്തായി? ഇവന്റെ അമ്മാവൻ ക്ഷമിക്കുന്നു ഞാൻ വിചാരിച്ച. പക്ഷെ ഇത് അതുപോലല്ല. ഇതൊരു കോസ്റ്റ്ലി പ്ലാനാ. ഈ പ്ലാൻ ഏറ്റാൽ ഇവന്റെ അമ്മാവനെന്നല്ല, ലോകത്തൊരമ്മാവന് പിന്നെ ക്ഷമിക്കില്ല. അതുപോലത്തെ കടുത്ത കൈയല്ലേ. ഈ പ്ലാൻ വേണോ? വേണം. ഇതിൽ എന്റെ റോൾ എന്താ? പോലീസ് തന്നെ. ജോലി പോയി കിട്ടൂ. ഈ ജോലി പോയാ പോട്ടേന്ന് വെറും PC അല്ലേ. ചേട്ടനെ ഞാൻ സർക്കിളാക്കും. പക്ഷെ കുറച്ച് കാശാണ്. നീ കാര്യം പറയടാ. പിന്നെ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ആ ജീപ്പ് ഒന്ന് അറേഞ്ച് ചെയ്യണം. അയ്യോ, ജീപ്പോ? അതിന്റെ ചെലവെന്താന്ന് വെച്ചാൽ തന്നേക്കൊണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുപ്പി എണ്ണ, ഒരു വരേൻ അണ്ടർവെയർ, ഒരു വിലങ്ങ്, പിന്നെ അച്ചാമ്മ. അച്ചാമ്മ? അതാര്? പച്ചക്കിളി അച്ചാമ്മ. അധികം സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ എന്റെ മനസ്സിൽ വരുമായിരുന്നാടാ നന്ദു. ചവിട്ടി കുഴക്ക് ശരിക്കും. ചവിട്ട് സിലിക്ക് ചവിട്ടിയില്ലേ, അതുപോലെ അമർത്തി ചവിട്ട്. പച്ചക്കിളി പതുക്കെ ചോട്ടാൻ പറ. ഇവളുടെ ചവിട്ട് കൊള്ളാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ ക്യൂ നിൽക്കുക. ഈ ദാമോട്ടനെ കാണുന്നില്ലല്ലോ. നീയെല്ലാം വേണ്ട പോലെ അറേഞ്ച് ചെയ്തിട്ടില്ലേ? ചവിട്ട് വേസ്റ്റ് ആവല്ലേ? നീ ധൈര്യമായിട്ടിരിക്കെ. അമ്മാവനും ദാമേട്ടനും ഒരുമിച്ചെത്തും. അമ്മാവൻ പച്ചക്കിളി, എന്താ ചേട്ടാ? നല്ല ചവിട്ട് തിരുമണി, ശരീരമൊക്കെ നിളകത്ത്. ഇറങ്ങി വേണോ? പട്ടാപ്പകല് വെള്ളോടിയും പെണ്ണുപിടി IPC 132 പ്രകാരം രണ്ടെണ്ണത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നടക്കുന്ന സ്റ്റേഷനിൽ വലിയടത്ത കൊച്ചാൻ എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നേരം വെളുത്ത കള്ളും വേണം പെണ്ണും വേണം. അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മെക്കിട്ട് കയറും. ഇങ്ങനെയുണ്ടപ്പോ മനുഷ്യന്മാര്.